നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണവും അതിന് പിന്നാലെ ഉണ്ടായ ദുരൂഹതകളും ചില അനധികൃത ഇടപാടുകളും ചില നേതാക്കളുടെ പരുങ്ങലും ഇതൊക്കെ തന്നെയാണ് നിലവിൽ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ വലിയ സംശയമൊന്നും തന്നെ കുടുംബം പങ്കുവച്ചിരുന്നില്ല എങ്കിൽ പോലും അന്വേഷണം ശരിയായ ദിശയിൽ പോകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാരും പാർട്ടിയും ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തെ നോക്കിക്കണ്ട് വലിയ ഭീതിയോടുകൂടി തന്നെയാണ്, ഭയത്തോടുകൂടി തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. CBI അന്വേഷണമല്ലാതെ മറ്റൊന്നും തന്നെ നിലവിൽ നോക്കുന്നില്ല എന്ന് മഞ്ജുഷ തറപ്പിച്ചു പറയുന്നത് നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല, പകരം ഒരു കൊലപാതകമാണെന്നുള്ള സംശയം അവരിൽ ശക്തമായി തന്നെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. ഒരിക്കലും തന്റെ ഭർത്താവ് അങ്ങനെ കീഴടങ്ങേണ്ടതില്ല, ഒരു ഭീരുവിനെ പോലെ ആത്മഹത്യ ചെയ്യേണ്ടതില്ല എന്നും ശക്തമായി തന്നെ പോരാടാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടെന്നും അതിനുള്ളൊരു സാഹചര്യം നിലവിലില്ലായിരുന്നുവെന്നും തന്നെയാണ് മഞ്ജുഷ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങളുണ്ടോ? പോലീസ് അന്വേഷണത്തിൽ നടന്നിരിക്കുന്ന അട്ടിമറിയൊക്കെ തന്നെ ഇപ്പോൾ വാർത്തയായ സാഹചര്യത്തിൽ അതിനെ ബലവത്തായി തന്നെയാണ് മഞ്ജുഷയും സംശയിക്കുന്നത്. നിലവിൽ CPM പ്രതിക്കൂട്ടിലായിരിക്കുന്നു. അതിലേറ്റവും പരുങ്ങലായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയായിരുന്നു PP ദിവ്യയെ ആദ്യമായി ജയിലിൽ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കി ജാമ്യം ലഭിച്ചുവെന്നും തിരികെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ തന്നെ ഒരുക്കിയത്. അതിനുശേഷം PP ദിവ്യയെ മഹത്വവൽക്കരിക്കുന്ന CPM നേതാക്കളുടെ, വനിതാ നേതാക്കളുടെ, മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയൊക്കെ തന്നെ നാം ഏവരും കണ്ടതാണ്. കേരളം അന്തം വിട്ട് കാത്തിരുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു നീക്കം സംഭവിച്ചതിന് പിന്നാലെ 23-ാം തീയതി തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ അട്ടിമറി തന്നെയായിരിക്കും സംഭവിക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു പാർട്ടി സെക്രട്ടറിയും. CBI കൂട്ടിലടച്ച തത്തയാണെന്നും അതിന്റെ ആവശ്യകതയില്ല എന്നും MV ഗോവിന്ദന് പറയാൻ എന്ത് അധികാരമെന്നാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനുള്ളത്. കാര്യം, നവീൻ ബാബുവിന്റെ കുടുംബത്തിനേക്കാളും ആവലാതിയാണോ CPM ഈ വിഷയത്തിലുള്ളതെന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടതും. ഭാര്യ നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തെ പറ്റില്ല എന്ന് പറയാൻ MV ഗോവിന്ദന് എന്ത് അധികാരമാണുള്ളത്? പ്രതിയുടെ പക്ഷം പിടിക്കുന്ന MV ഗോവിന്ദൻ എന്തിനാണ് ഇതിനകത്ത് അഭിപ്രായം പറയുന്നതെന്നുള്ള ചോദ്യവും സമൂഹത്തിൽ ഉയർന്നു കേൾക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കുടുംബം. അതിൽ പ്രതിരോധത്തിലായത് സർക്കാരും CPM തന്നെയാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് ആവർത്തിച്ച് പറയുന്ന ഈ കള്ളം അത് കുടുംബത്തിന് നന്നായി ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെത്തിയത്. മരണശേഷം നടത്തിയ അന്വേഷണത്തിൽ പോലും പല വീഴ്ചകൾ, ഇൻക്വസ്റ്റ് മുതൽ പോസ്റ്റ്മോർട്ടം വരെ സംഭവിച്ചിരിക്കുന്ന ഓരോന്നും എണ്ണി എണ്ണി പറയുന്നു മഞ്ജുഷ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും CBIയും നിലപാട് അറിയിക്കണമെന്ന് കോടതി പറയുമ്പോൾ സർക്കാർ പറയുന്നത് അതിന്റെ ആവശ്യകതയില്ല എന്നുള്ളതായിരിക്കും. അതിന് അപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും അവർ പങ്കുവെക്കില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്ന് കോടതി പറഞ്ഞു. കേസ് ഡയറി ഹാജരാക്കാനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു. 10 ദിവസം ഒരു സമയമായി കോടതി നൽകിയിരിക്കുന്നു. ഡിസംബർ 6-ാം തീയതി ഹൈക്കോടതി ഹർജിയിൽ വിശദമായ വാദം കേൾക്കുമെന്നായിരിക്കും ഇത് ലഭിക്കുന്നത്. 9-ാം തീയതി കൃത്യമായ ഒരു നിലപാടും ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ADM നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതായിരിക്കാമെന്നുള്ള സംശയമാണ് ഭാര്യ മഞ്ജുഷ നിലവിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സംശയം ഉണ്ടാകുമ്പോൾ അതിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കപ്പെടാനും അതൊട്ടും തന്നെ തൃപ്തികരമല്ല എന്നും ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. CBI അന്വേഷണം വരുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് ഒരു പിടി ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും ആകാമെന്നുള്ള സംശയവും ചില ഉന്നതരെ ഒക്കെ തന്നെ പിടികൂടാനുള്ള വലിയൊരു ശ്രമവും അതിനു പിന്നിൽ നടക്കുമെന്ന ഭയം CPMനെ വേട്ടയാടുന്നുണ്ട്. നവീൻ ബാബുവിനെ കൊലപ്പെടുത്താനുണ്ടായ കാരണം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കുമെന്നുള്ളതിലേക്ക് അടക്കം അന്വേഷണം പോകുമ്പോൾ വലിയൊരു മാഫിയ തന്നെ ആയിരിക്കും അതിന് പിന്നിൽ പെട്ടുപോവുക എന്നുള്ളത് സത്യം മാത്രം. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും വളരെ കൂടുതലാണ്. ഇനി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. സർക്കാർ കാര്യക്ഷമമെന്ന് പറയുന്ന അന്വേഷണ സംഘം പോലും ഒട്ടും തന്നെ കാര്യക്ഷമതയില്ലാത്ത സംഘമാണെന്നും നിഷ്പക്ഷമായ കാര്യക്ഷമതയോടുകൂടിയുള്ള അന്വേഷണം ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള കാര്യവും അന്വേഷണത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കുടുംബം ഇപ്പോൾ CBI അന്വേഷണത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ നിലപാട് വളരെ നിർണായകമായി തന്നെയാണ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണുന്നത്. ഒട്ടും തൃപ്തികരമല്ലാത്ത അന്വേഷണം, പ്രത്യേകിച്ചും പല തെളിവുകൾ, CCTV ദൃശ്യങ്ങളടക്കം കോൾ റെക്കോർഡുകളടക്കം വളരെ നിർണായകമായ തെളിവുകളൊന്നും തന്നെ അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി അല്ലാതെ സമീപിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെയാണ് നിലവിൽ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, CPM കോന്നി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ബന്ധു കൂടിയായ മലയാലപ്പുഴ മോഹനൻ ശക്തമായി തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതായത്
തൻ്റെ പാർട്ടിയിലും തൻ്റെ സർക്കാരിലുമുള്ള വിശ്വാസം പോലും ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെടുന്നുവെന്ന് വേണം മനസ്സിലാക്കാനും. CPM നീതിക്ക് വേണ്ടി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയുന്നത്. നിന്നില്ല എങ്കിലും അപ്പോൾ നോക്കാമെന്നാണ് മലയാലപ്പുഴ മോഹനും ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. തുടക്കം മുതൽ ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നുവെന്ന നിലപാട് മാത്രം സർക്കാർ പറയുന്നത് കൊണ്ട് അതിൽ അർത്ഥവത്തായ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നിരവധി പാർട്ടി നേതാക്കൾ, പത്തനംതിട്ടയിൽ നിന്നുള്ള നിരവധി നേതാക്കളാണ് ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെയും CPMനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഒക്ടോബർ 15-ാം തീയതി രാവിലെ 8 മണിക്ക് കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു കൊല്ലപ്പെട്ടതായി അറിയിച്ചത്. എന്നാൽ വീട്ടുകാരെത്തും മുമ്പേ തന്നെ പോലീസ് തിടുക്കപ്പെട്ടൊരു ഇൻക്വസ്റ്റ് ചെയ്തു. ഇൻക്വസ്റ്റിന് ഉറ്റ ബന്ധുക്കളുടെ സാന്നിധ്യം വേണമെന്ന നിയമം പോലും കാറ്റിൽ പറത്തി. അത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വളരെ വേഗത്തിൽ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് അയക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ അട്ടിമറി ശ്രമമൊക്കെ തന്നെ സംശയിക്കുന്നു. നവീൻ ബാബുവിനെ ഒരുപക്ഷെ കൊലപ്പെടുത്തിയതാകാമെന്നുള്ള സംശയം ബലപ്പെടുത്തുന്നതാണ് ഇൻക്വസ്റ്റ് മുതലുള്ള ചില ദുരൂഹതകൾ. അതുകൂടാതെ യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ ആരൊക്കെ കണ്ടു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയെങ്കിൽ മുനീശ്വരൻ കോവിലിന് ശേഷം പിന്നീട് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തെ പിന്നെ ആരെങ്കിലും കണ്ടിരുന്നു? അദ്ദേഹം ആരോടൊപ്പമാണ്, ഏത് വാഹനത്തിലാണ് തിരികെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത്? ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ഒറ്റയ്ക്കാണോ എത്തിയിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം മുറി വാതിലടയ്ക്കാതെ അവിടെ ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ക്വാർട്ടേഴ്സിലേക്ക് കടക്കാൻ സാധിച്ചു? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ തന്നെയാണ് കുടുംബത്തിനും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നത്. നവീൻ ബാബു ഉണ്ടായിരുന്ന കളക്ടറേറ്റ് പരിസരത്തെയും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ഒക്കെ തന്നെ CCTV ദൃശ്യങ്ങളിലൂടെ ഇത് വളരെ വ്യക്തമായി തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ കേസ് അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം ഈ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ കാണാൻ താല്പര്യം പോലും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ദുരൂഹതകൾ പറയുമ്പോൾ അത് കാണണമെന്ന താല്പര്യം പോലും അന്വേഷണ സംഘത്തിനില്ല എങ്കിൽ ആദ്യമേ തന്നെ അവർ ഉറപ്പിച്ചു ഇത് ആത്മഹത്യ തന്നെ. ഇനി ആത്മഹത്യ അല്ല എങ്കിലും ആത്മഹത്യയാക്കി വരുത്തി തീർക്കാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നുള്ള ഒരു സൂചന നൽകിക്കഴിഞ്ഞു. നവീൻ ബാബു കോഴ വാങ്ങി എന്നുള്ള ആരോപണത്തിൽ ശക്തമായി തന്നെ CPM നിലകൊള്ളുന്ന ഒരു നിലപാടാണുള്ളത്. അദ്ദേഹത്തെ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട്, അദ്ദേഹം ഒട്ടും സത്യസന്ധനല്ലാത്തൊരു ഉദ്യോഗസ്ഥനാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം മരണപ്പെടാൻ, ആത്മഹത്യ ചെയ്യാൻ അർഹനാണെന്നുള്ള ഒരു ചിന്താഗതി സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. PPDBക്ക് ഭരണകക്ഷിയായിട്ടുള്ള CPMന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഹർജിയിലും കൃത്യമായി അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു കാലത്തും നീതി ലഭിക്കില്ല എന്നുള്ളത് വ്യക്തമായ കാര്യം. PPDBയുടെ പങ്കിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. വകുപ്പ് തല പരിപാടി മാത്രം നടന്നു. നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ യോഗം തുടങ്ങിയ ശേഷം ജില്ലാ പ്രസിഡന്റ് PPDB അതിക്രമിച്ചു കയറി. യോഗത്തിൽ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. പതിവായി കോഴ വാങ്ങുന്നു എന്നുള്ള വ്യാജ ആരോപണം ഉന്നയിച്ചു. ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറമാനെ കൊണ്ടുവന്നു. ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. പത്തനംതിട്ടയിലടക്കം അത് പ്രചരിപ്പിച്ചു എന്ന രീതിയിലാണ് ഹർജിയിൽ ശക്തമായ വാദം ഉന്നയിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും അതേക്കുറിച്ച് അന്വേഷണം നടത്താതെ എങ്ങനെയാണിതിൽ നീതിപൂർവമായ, നീതിയുക്തമായ അന്വേഷണം ലഭിക്കുക, അവർക്ക് കുടുംബത്തിന് നീതി ലഭിക്കുക എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായും മഞ്ജുഷയടക്കം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.